ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്കറിയാം, എല്ലാവരും അറിഞ്ഞിരിക്കും, കുറേ എക്സാമുകളുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സാം ഡേറ്റ് ഏതൊക്കെ എക്സാമുകളുടേതാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 2025 പോലെ തന്നെ ഈ ഒരു 2026 ജൂൺ മാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു എക്സാമുകളുള്ള ഒരു മന്ത് കൂടെയാണ്. അത് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രിപ്പറേഷൻ ചെയ്യാൻ ആവശ്യത്തിനധികം സമയം നമുക്കുണ്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ആ ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റോടുകൂടെയൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിരുന്നത്. സോ നമുക്ക് അത്യാവശ്യം ഒരു 5-6 മാസം ടൈം നല്ല രീതിയിലുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ആ ഒരു എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എക്സാം വരുന്നത് ജൂൺ 30-ാം തീയതിയാണ്. ഓക്കെ, ജൂൺ 30-ാം തീയതിയാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസിൻ്റെ എക്സാമുകൾ ഒറ്റ എക്സാമായിട്ടാണ് നടത്തുന്നത്. ഒരുപാട് എക്സാംസ് ഉണ്ട്. സോ ഈ പറയുന്ന എക്സാമുകളെല്ലാം വരുന്നത് ജൂൺ 30-ാം തീയതിയാണ്. 30/6/2026 എക്സാം വരുന്നത്. ഈ നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/4/2026. അതായത് ഏപ്രിൽ 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണെന്ന് നോക്കാം. ആദ്യം വരുന്നത് കാറ്റഗറി നമ്പർ 456/2025 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. അതിലെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ജൂൺ 30-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 461/2025. ഓക്കെ, 461/2025 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1. ഓക്കെ, ഓവർസിയർ ഗ്രേഡ് 1 ആണ്. അത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ആ ഒരു എക്സാമും ഈ ഒരു ജൂൺ 30-നാണ് നടക്കുന്നത്. നമുക്ക് ഈ ജൂൺ 30-ൽ കുറേയധികം ഫസ്റ്റ് ഗ്രേഡ് പോസ്റ്റിൻ്റെയൊക്കെ എക്സാമുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് 462/2025 വരുന്നത്. അതും ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ് തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് വരുന്നത്. അതും എക്സാം ഡേറ്റ് ജൂൺ 30 തന്നെയാണ്. ദെൻ അടുത്ത് വരുന്നത് 724 കാറ്റഗറി നമ്പർ 724/2025 ഓവർസിയർ ഗ്രേഡ് 1 ആണ്. ഫസ്റ്റ് ഗ്രേഡ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അതും ഈ ഒരു എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ 30 തന്നെയാണ്. ദെൻ അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ 230/2025. അത് ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി മാത്രം ഉള്ളവർക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ എക്സാം ഡേറ്റ് ജൂൺ 30 തന്നെയാണ്. ദെൻ അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ 455/2025 ആണ്. അത് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്. ബൈ ട്രാൻസ്ഫർ അവർക്കുള്ളതാണ് വേണ്ടിയിട്ടാണ്. ദെൻ അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ദെൻ അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത് 638/2025. ഓക്കെ, 638/2025 അത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണ് വരുന്നത്. അത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെയും എക്സാം ഡേറ്റ് ജൂൺ 30 തന്നെയാണ്. ദെൻ അടുത്ത് വരുന്നത് 725/2025 ആണ്. അത് ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. ഡയറക്റ്റ് റിക്വയർമെൻ്റ് ആണ്. അത് നമ്മുടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വരുന്നതാണ്. അതിൻ്റെയും എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ 30 തന്നെയാണ്. ദെൻ 00/2/2026 ആണ്. അത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണ്. അത് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എക്സാം ഡേറ്റ് ജൂൺ 30 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമുകളാണ് നമ്മുടെ ഈ ഒരു ജൂൺ 30-ാം തീയതി നടക്കുന്നത്. ഈ ഒരു 9 നോട്ടിഫിക്കേഷൻസിൻ്റെ എക്സാം ഒറ്റ എക്സാമായിട്ടാണ് ഈ ഒരു ജൂൺ 30-ന് നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11/4 അതായത് ഏപ്രിൽ 11-ാം തീയതിയാണ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഫൈലിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ എക്സാം എഴുതുന്ന ജില്ല പ്രിഫർ ചെയ്തിട്ട് കൺഫർമേഷൻ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തേക്ക് വീഡിയോസിൽ പറയാറുള്ളത് പോലെ നമുക്ക് ഇഷ്ടംപോലെ ഒട്ടനവധി അധികം സമയം ഉണ്ടായിരുന്നു. ഒരു 6-7 മാസത്തോളം നമുക്ക് ടൈം ഉണ്ടായിരുന്നു.
ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞ 2025 ഡിസംബർ ലാസ്റ്റും അതുപോലെ തന്നെ ജാനുവരി ഫസ്റ്റോടു കൂടിയൊക്കെ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇനിയൊരു 2-3 മാസമുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്യുന്നതിലുപരിയായിട്ട് നിങ്ങൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു കുറേ ഏകദേശം പോർഷനും പഠിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറേ PYQs ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് ഒരു 5 വർഷത്തെയെങ്കിലും മിനിമം ഒരു 5 വർഷത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ MCQ ക്വസ്റ്റ്യൻസും അത് നിങ്ങൾക്കിപ്പോൾ ഓരോ ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള MCQ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ബ്രൗസറിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ MCQ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ അങ്ങനെ ഒരു MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്രൗസർ ചെയ്ത് നോക്കുന്ന സമയത്തിൽ കുറേ ആൻസറൊക്കെ കൺഫ്യൂഷൻസ് വരാം, അതുപോലെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകാം. സോ അതൊക്കെ നിങ്ങളുടെ നോട്ടൂടെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കും നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. ഓക്കെ, സോ ആ ഒരു രീതിയിലൊക്കെ പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. കാരണം നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ ജനുവരി മാസത്തിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന എക്സാമുകൾ ഗ്രേഡ് 3 ഓവർസീർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമുകളൊക്കെ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ ഒരു പാറ്റേൺ മാറ്റിയിട്ട് ചോദിക്കുന്ന ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ടായിരുന്നു. സോ നിങ്ങൾ നല്ലതായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ 4 ഓപ്ഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം നോക്കരുത്. ആ ഒരു 4 ഓപ്ഷനും അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്ത് ഓർമ്മിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഡൗട്ട് വരുകയാണെങ്കിൽ നോട്ടൊക്കെ ഒന്ന് വായിച്ച് കവർ ചെയ്ത് പോവുക. ആ ഒരു രീതിയിൽ പോവുക. അപ്പോൾ ഇനിയും ഒരു 3 മാസം സമയമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വച്ചിരിക്കുന്നവരാണെങ്കിൽ ഫുള്ള് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഗ്രേഡാണ് കൂടുതലും ഇവിടെ വരുന്നത്. ഓവർസീർ ഫസ്റ്റ് ഗ്രേഡ് എക്സാമുകളാണ് നടക്കുന്നത് ഈ ഒരു ജൂൺ 30. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാം നിങ്ങൾ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെൻറ് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.